അപ്പോൾ നമുക്ക് വാഹനത്തിൻ്റെ എൻജിൻ ഓയിൽ എങ്ങനെ മാറ്റുക എന്നുള്ളത്, എൻജിൻ ഓയിലും ഫിൽറ്ററും എങ്ങനെ മാറ്റുക എന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ലിഫ്റ്റ് ചെയ്യണം വണ്ടി. ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എങ്ങനെയാണോ നമ്മളെ സാധാ ജാക്കൊക്കെ വെച്ചിട്ട് ലിഫ്റ്റ് ചെയ്ത് വണ്ടി പൊക്കാട്ടോ. ഇത് നമ്മൾ സൗകര്യത്തിന് നമ്മൾ ലിഫ്റ്റ് ചെയ്തിട്ട് വണ്ടി പൊക്കുകയാണ്. അപ്പോൾ നമ്മൾ വണ്ടി റിഡ്സ് പെട്രോളാണ്. അപ്പോൾ ഓരോ വണ്ടിക്കും ഓരോ വിസ്കോസിറ്റിയാണ് ഓയിലിന്, അതേപോലെ ഓരോ ഗ്രേഡാണ് ഓയിലിന്. അപ്പോൾ നമ്മൾ വണ്ടി പൊക്കി. അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ടൊക്കെ ചെയ്യുന്ന ആളാണെങ്കിൽ ഹൈഡ്രോളിക് ജാക്കി മാത്രം ഉപയോഗിക്കാതെ ഒരു സേഫ്റ്റി സ്റ്റാൻഡ് കൂടി നിങ്ങൾ വെക്കണം കേട്ടോ. ഇത് ലിഫ്റ്റ് ആയതുകൊണ്ട് നമ്മൾ ഇങ്ങനെ കാണിച്ചിരുന്നു എന്ന് മാത്രം. അപ്പോൾ ഇതാണ് ഓയിൽ ഫിൽറ്റർ. അതേപോലെ ഇതാണ് ഇതിൻ്റെ ഡ്രെയിനറ്റ് വരുന്നത്. 14-ൻ്റെ റിംഗ് സ്പാനർ വെച്ചിട്ടാട്ടോ നമ്മൾ അയക്കേണ്ടത് ആണോ. അല്ലെങ്കിൽ ബോക്സ് അതോ ടീ റാഡൊക്കെ വെച്ചിട്ട് അയക്കുക. നമ്മൾ ഡബിൾ എൻഡ് സ്പാനറായിട്ടൊന്നും ഒരിക്കലും അയക്കരുത് കേട്ടോ. ഇത് വേഗത്തിൽ സ്ലിപ്പാവാൻ സാധ്യതയുള്ളൊരു ബോൾട്ടാണ്. എന്നിട്ട് നമ്മൾ ഓയിൽ ചോർത്താളൊരു പാത്രം എടുത്തിട്ട് ഇതുപോലെ കറക്റ്റാക്കി വെച്ചിട്ട് നമ്മൾ കണ്ടോ കയ്യിലൊന്നും ആവാത്ത രൂപത്തിൽ പതുക്കെ പതുക്കെ നമ്മൾ ട്രെയിനിട്ട് ലൂസാക്കുക ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ചൂടുള്ള വാഹനമാണെങ്കിൽ കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് അഥവാ തണുത്ത കണ്ടീഷനിലൊക്കെ ഇത് ചോർത്താൻ പാടുള്ളൂ കേട്ടോ. അല്ലാതെ കയ്യിലൊക്കെ ഓയിൽ ആവും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതേപോലെ ഫ്രണ്ടിലേക്ക് തള്ളി പിടിച്ചിട്ട് ആണ് അയക്കേണ്ടത് കണ്ടോ. അപ്പോൾ ഓയിൽ തെറിക്കുന്നത് കൊണ്ട് നമ്മൾ അടുത്തുനിന്നൊക്കെ മാറി നിൽക്കട്ടോ, കുറച്ച് ദൂരേക്ക് നിൽക്കുക. ഡ്രെയിനിട്ട് ലൂസാക്കിയതിന് ശേഷം കുറച്ച് ദൂരേക്ക് നിൽക്കുക. ഇതേപോലെ ഫുള്ള് ചോർത്തിൻ്റെ ശേഷം മാത്രം ഡ്രെയിനിട്ട് ഇടുക കേട്ടോ. കണ്ടോ ഇതേപോലെ ഫുള്ളായിട്ട് ചോരാൻ വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കുക. ഓക്കെ. എന്നിട്ട് നമ്മൾ ഓയിൽ ഫിൽറ്റർ ഇത് കണ്ടോ ഒരു ഫിൽറ്റർ കപ്പ് ഉപയോഗിച്ചിട്ട് ഇതേപോലെ റാച്ചറ്റോ അല്ലെങ്കിൽ ടീറാഡൊക്കെ ഉപയോഗിച്ചിട്ട് പതുക്കെ ഊരിയെടുക്കുക. അതേപോലെ അപ്പോൾ നമ്മളെ മേത്തേക്ക് തെറിക്കുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. അതേപോലെ കുറച്ച് ലോങ് നിന്നിട്ട് മാത്രം ഇതുപോലെ ഊരിയെടുക്കുക. മാക്സിമം മേലേക്ക് തെറിക്കാത്ത രൂപത്തിൽ ചെയ്യാം. ഇതേപോലെ ഫുള്ള് ഓയിലും അതേപോലെ ഫിൽറ്ററും ചോർത്തിയിട്ടതിന് ശേഷം ഓയിൽ ഫുള്ള് ചോർത്തിയതിന് ശേഷം മാത്രം ഓയിൽ ഫിൽറ്റർ ഫിറ്റ് ചെയ്യുക. അതേപോലെ ഡ്രെയിനിട്ട് കറക്റ്റ് പക്ക ടൈറ്റ് ആണോ എന്നുള്ളത് ശ്രദ്ധിക്കുക. അതേപോലെ നമ്മുടെ വാഹനത്തിന് ഏതാണ് ഓയിൽ വരുന്നത് അത് കറക്റ്റായിട്ട് ചോദിച്ചിട്ട് വാങ്ങുക. നമ്മുടെ വാഹനം റിഡ്സ് പെട്രോൾ ആയതുകൊണ്ട് 5W30 ആണ് വരുന്നത്. ഇപ്പോൾ ഡീസലാണെങ്കിൽ 50W40 ആണ് വരല്. ഇതുപോലെ പുറത്തൊന്നും പോകാതെ കറക്റ്റായിട്ട് നമ്മൾ ഓയിൽ ഒഴിക്കുക. അതേപോലെ നിങ്ങൾ വാഹനത്തിന് എത്രയാണോ ഓയിലിന് ക്വാണ്ടിറ്റി വരുന്നത് അഥവാ എത്രയാണ് അളവ്, ഇത് 3.2 ആണ് വരല്, അഥവാ 3.2. അതേപോലെ ഡീസൽ വാഹനമാണെങ്കിൽ 3.1 ആണ് വരല്. അപ്പോൾ അത് നോക്കിയിട്ട് കറക്റ്റാക്കിയിട്ട് ഒഴിക്കുക. എന്നിട്ട് നമ്മുടെ വാഹനത്തിൻ്റെ എൻജിൻ ഓയിലിൻ്റെ ക്യാപ്പ് കറക്റ്റായിട്ട് തന്നെ കണ്ടോ ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ വാഹനങ്ങളെക്കുറിച്ചുള്ള അറിവിനൊക്കെ വേണ്ടിയിട്ട് നമ്മളെ പേജൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.